അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ മസാഫർ യാട്ടയിലെ ഗ്രാമത്തിൽ ഫലസ്തീൻ ആക്ടിവിസ്റ്റും അധ്യാപകനുമായ ഒദേ മുഹമ്മദ് ഹദാലിനെ ഒരു ഇസ്രായേലി കുടിയേറ്റക്കാരൻ വെടിവെച്ചു കൊന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഒദേ മുഹമ്മദ് ഹദാലി 97ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ നോ അതർലാൻഡ് എന്ന ചിത്രത്തിൽ പ്രവർത്തിച്ച ആളാണ്. വിശദമായി നോക്കാം. ഹെബ്രോണിന് അടുത്തുള്ള അൽ ഖൈർ ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിനിടെയാണ് ഹദാലിനെ ഇസ്രായേലി കുടിയേറ്റക്കാർ വെടിവെച്ചു കൊന്നത്. ഫലസ്തീൻ അതോറിറ്റിയുടെ വിദ്യാഭ്യാസ മന്ത്രാലയം ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മസാഫർ യാട്ടയിലെ ഫലസ്തീൻ സമൂഹത്തിനെതിരായ ഇസ്രായേലി കുടിയേറ്റക്കാരുടെയും സൈനികരുടെയും ആക്രമണങ്ങളെയും ചെറുത്തുനിൽപ്പിനെയും പറ്റി പ്രതിപാദിക്കുന്ന ചിത്രമാണ് നോ അതർലാൻഡ്. ഈ സിനിമയുടെ നിർമ്മാതാക്കളെ സഹായിച്ചതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഒദേ മുഹമ്മദ് ഹദാൽ പ്രശസ്തനായത്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റം മൂലം ജന്മനാടായ മസാഫർ യാട്ടയുടെ തകർച്ചയാണ് നോ അതർലാൻഡിലൂടെ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ യുവാൽ എബ്രഹാമും ഫലസ്തീൻ പത്രപ്രവർത്തകൻ ബാസൽ അദ്രയും ഹദാലിനെ വെടിവെച്ചു കൊന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗ്രാമത്തിലെ കമ്മ്യൂണിറ്റി സെന്ററിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കുടിയേറ്റക്കാരൻ നെഞ്ചിലേക്ക് വെടി ഉതിർക്കുകയായിരുന്നു എന്ന് ബാസൽ അദ്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇസ്രായേൽ ഞങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നത് ഇങ്ങനെയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സംഭവത്തിന്റെ വീഡിയോ യുവാൽ എബ്രഹാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനോൻ ലെവി എന്ന കുടിയേറ്റക്കാരനാണ് കൊലപാതകിയെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒദേ മുഹമ്മദ് ഹദാലിന് നേരെ ഭ്രാന്തമായി ഇയാൾ വെടിയുതിർക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. സംഭവം അന്വേഷിക്കുന്നതായി ഇസ്രായേലി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒരു ഇസ്രായേലി പൗരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 ഫലസ്തീനികളെയും ഇസ്രായേൽ സൈനികർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 2 വിദേശ വിനോദസഞ്ചാരികളെയും കസ്റ്റഡിയിലെടുത്തതായി വിവരമുണ്ട്. ആക്രമണത്തിൽ ഒദേ മുഹമ്മദ് ഹദാലിന്റെ പങ്കും അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മസാഫർ യാട്ട വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോൺ ഗവർണറേറ്റിന്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 19 ചെറിയ ഗ്രാമങ്ങളുള്ള പ്രദേശമാണിത്. 1967 6 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ അധിനിവേശത്തിന് കീഴിലായ ഈ പ്രദേശം ഏരിയ സി എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ പൂർണ്ണ സൈനിക ഭരണ നിയന്ത്രണത്തിലാണ് ഉള്ളത്. ഈ പ്രദേശത്തെ ഫലസ്തീൻ ജനത, പ്രത്യേകിച്ച് ബെദൂയിൻ സമുദായങ്ങൾ, ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങളും സൈനിക നിയന്ത്രണങ്ങളും വീട് പൊളിക്കലും ഭൂമി കയ്യേറലും നിരന്തരം അനുഭവിച്ച് പോരാറുള്ളതാണ്. 1980കളിൽ മസാഫർ യാട്ടയിലെ 12 ഗ്രാമങ്ങൾ ഫയറിംഗ് സോൺ 918 എന്ന പേര് നൽകി ഇസ്രായേൽ സൈന്യം സൈനിക പരിശീലന മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു. ഇത് കാരണം 1200-ലധികം ഫലസ്തീനികൾ കുടിയിറക്കൽ ഭീഷണിയിലായിരുന്നു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിനു ശേഷം ഇവിടെ കുടിയേറ്റ ആക്രമണങ്ങൾ വർദ്ധിച്ചു. സനൂദ ഗ്രാമത്തിൽ 150 ഫലസ്തീനികൾക്ക് നേരെ മുഖംമൂടി ധരിച്ച കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലി സൈനികരുടെ യൂണിഫോമുകൾ ധരിച്ചാണ് കുടിയേറ്റക്കാർ ഫലസ്തീനികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേലി സൈനികർ പലപ്പോഴും കുടിയേറ്റക്കാരെ സംരക്ഷിക്കുകയും ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്യുകയോ അവരുടെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുകയോ ചെയ്യാറുണ്ട്. 2022 മുതൽ 2025 വരെ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഫലസ്തീനികളെ അവരുടെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഒരു തന്ത്രമായാണ് കണക്കാക്കപ്പെടുന്നത്.